ഡിപ്രീസിയേഷൻ എന്താണെന്ന് നമ്മളൊരു ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. അപ്പോൾ ഇവിടെ ഫർണിച്ചറിൻ്റെ യഥാർത്ഥ റേറ്റ് എന്ന് പറയുന്നത് 1,00,000 രൂപയാണ്. അതേപോലെ മെഷീനറിയുടെ യഥാർത്ഥ റേറ്റ് 1,00,000 രൂപയാണ്. 10% ആണ് നമ്മൾ കണക്കാക്കുന്ന ഡിപ്രീസിയേഷൻ. അപ്പോൾ അങ്ങനെ കണക്കാക്കുമ്പോൾ ഫർണിച്ചറിൻ്റെ ഡിപ്രീസിയേഷൻ എമൗണ്ട് എന്ന് പറയുന്നത് 10,000 ആണ്. അതേപോലെ മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ എമൗണ്ട് എന്ന് പറയുന്നതും എത്ര തന്നെയാണ്? 10,000 ആണ്. അപ്പോൾ നമ്മൾ അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് നോർമൽ ഡിപ്രീസിയേഷൻ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ ഫർണിച്ചറിൻ്റെ എമൗണ്ടിൻ്റെ സ്ഥാനത്ത് എത്രയേ കാണിക്കൂ? 90,000 രൂപ മാത്രമേ കാണിക്കൂ. കാരണം 1,00,000 രൂപയാണ് യഥാർത്ഥ റേറ്റ്. 10,000 അതിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ യഥാർത്ഥ റേറ്റ്, നിലവിലെ റേറ്റ് എത്രയായിട്ട് കിട്ടി? 90,000 കിട്ടി. പക്ഷേ നമ്മൾ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ആണ് കാണുന്നതെങ്കിൽ അവിടെ ഫർണിച്ചറിൻ്റെ വില എത്ര തന്നെയായിരിക്കും? 1,00,000 തന്നെയായിരിക്കും. കാരണം നമ്മൾ എന്ത് ചെയ്യുന്നില്ല? 1,00,000 നിന്നും ഈ ഒരു 10,000 എമൗണ്ട് കുറയ്ക്കുന്നില്ല. പകരം അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ഒരു അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം ആ അക്കൗണ്ടിൻ്റെ ഉള്ളിലായിരിക്കും ഈ ഫർണിച്ചറിൻ്റെ 10,000ഉം മെഷീനറിയുടെ 10,000ഉം കൂടെ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഡിപ്രീസിയേഷൻ ജേണൽ എൻട്രി എന്ന് പറയുമ്പോൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എന്നായിരിക്കും. ഇത്തരത്തിലൊരു ജേണൽ എൻട്രി പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ അക്കൗണ്ട്സിൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതാണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എക്സ്പെൻസ് സൈഡിലായിട്ട് നമുക്കറിയാം ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് ഒരു എക്സ്പെൻസാണ്. ഇവിടെ എക്സ്പെൻസ് ആയിട്ട് എത്ര വന്നിട്ടുണ്ട്? 20,000 വന്നിട്ടുണ്ട്. ഫർണിച്ചറിൻ്റെ 10,000ഉം മെഷീനറിയുടെ 10,000ഉം ചേർത്ത് 20,000 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കിയാൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കും ഫർണിച്ചറിൻ്റെ റേറ്റ് എത്ര തന്നെയാണ്? 1,00,000 തന്നെയാണ്. മെഷീനറിയുടെ റേറ്റ് എത്ര തന്നെയാണ്? 1,00,000 തന്നെയാണ്. നമുക്ക് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ ആയതുകൊണ്ട് ഇവിടെ അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നമ്മൾ എത്ര കാണിച്ചു? ഫർണിച്ചറിൻ്റെയും മെഷീനറിയുടെയും ചേർത്ത് 20,000 കാണിച്ചു. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫർണിച്ചറിൻ്റെ യഥാർത്ഥ റേറ്റ് നമ്മൾ വാങ്ങിയത് എത്ര രൂപയ്ക്കാണ്, അതേപോലെ മെഷീനറി നമ്മൾ പർച്ചേസ് ചെയ്തത് എത്ര രൂപയ്ക്കാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം. കാരണം നമ്മൾ ഈ ഒരു റേറ്റിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഡിപ്രീസിയേഷൻ എമൗണ്ട് ലെസ് ചെയ്യുന്നില്ല.